സ്ക്രോൾ ഇതുപോലെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ അറിയിപ്പുകൾ കേൾക്കാം. കേരള വെറ്റിനറി സർവകലാശാല അവരുടെ വ്യത്യസ്തമായിട്ടുള്ള BSc MSc പ്രോഗ്രാമുകളിലേക്ക് അപ്ലിക്കേഷൻ വിളിച്ചു. ജൂലൈ 4 വരെ അപ്ലിക്കേഷൻ കൊടുക്കാം. അവർ നടത്തുന്ന എൻട്രൻസ് എക്സാം മുഖേനയാണ് അഡ്മിഷൻ. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട MBA പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ വിളിച്ചു. MBA ഇൻ ബിസിനസ് അനലിസ്റ്റ് പ്രോഗ്രാമുകളിലേക്കാണ് അഡ്മിഷൻ. കാറ്റ്, മാറ്റ്, GMAT, മാറ്റ് സ്കോർ കൂടെ പരിഗണിച്ചിട്ടാണ് അഡ്മിഷൻ. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഗിഫ്റ്റ് അവരുടെ PG ഡിപ്ലോമ ഇൻ GST പ്രോഗ്രാമിലേക്ക് അപ്ലിക്കേഷൻ വിളിച്ചു. ജൂലൈ 7 വരെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. ഡിഗ്രിയാണ് എലിജിബിലിറ്റി. B.Ed പ്രോഗ്രാമുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി കേരള സർവകലാശാല ജൂലൈ 1 വരെയും കണ്ണൂർ സർവകലാശാല ജൂലൈ 7 വരെയും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അപ്ലിക്കേഷൻ കൊടുത്തവരുടെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ജൂലൈ 2 വൈകുന്നേരം 4 മണിക്ക് മുന്നേ അഡ്മിഷൻ പൂർത്തീകരിക്കണം. കാലിക്കറ്റ് സർവകലാശാല അറിയിപ്പുകൾ അവരുടെ 4 വർഷത്തെ ഡിഗ്രി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് 3ാമത്തെ സെമസ്റ്ററിൽ കോളേജുകൾ മാറാനോ മേജർ കോഴ്സുകളിൽ മാറ്റം വരുത്താനോ ജൂലൈ 2 വരെ അവസരം. ഈ വർഷം 2025 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിഗ്രി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ജൂലൈ 2 വൈകുന്നേരം 3 മണിക്ക് മുന്നേ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അഡ്മിഷൻ പൂർത്തീകരിക്കണം. ഹയർ ഓപ്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുള്ള അവസരവുമുണ്ട്. കേരളത്തിലെ സർക്കാർ പ്രൈവറ്റ് ലോ കോളേജുകളിലേക്ക് LLM പ്രോഗ്രാമുകളിലേക്ക് അപ്ലിക്കേഷൻ വിളിച്ചു. ജൂലൈ 10 വൈകുന്നേരം 5 മണി വരെ ce.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖേന അപ്ലിക്കേഷൻ കൊടുക്കാം.